ഓറഞ്ചിൻ്റെ തോല് നമ്മൾ സാധാരണയായിട്ട് വളത്തിന് ഉപയോഗിക്കും, അതല്ലെങ്കിൽ കീടാണുക്കൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇതല്ലാതെ നമുക്ക് കഴിക്കാനുള്ള ഒരു ഐറ്റമായിട്ട് ഓറഞ്ചിൻ്റെ തോല് കൊണ്ട് ഒരു അടിപൊളി ക്യാൻഡി ഉണ്ടാക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ഫുള്ളായിട്ടുള്ള ഫ്ലേവറായിട്ടുള്ള ഒരു ഓറഞ്ച് ക്യാൻഡിയാണ് ഇന്നത്തെ റെസിപ്പി. കണ്ടോ, ഓറഞ്ച് പീൽ ക്യാൻഡിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കാം. ഓറഞ്ച് പീൽ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു സോസ് പാനിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള 2 ഓറഞ്ചിൻ്റെ തോലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ട, ഫസ്റ്റ് ട്രയൽ ഇത്ര വേണ്ട എങ്കിൽ കുറയ്ക്കാം. ഇത് ശരിക്കും ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള നല്ലൊരു ക്യാൻഡിയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ നോക്കിയപ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് 5 മിനിറ്റ് തിളയ്ക്കണം. ഇപ്പം നമ്മുടെ തോലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് വാങ്ങി ഒന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് അതിലുള്ള ഈ വൈറ്റിൻ്റെ പാർട്ടില്ലേ അത് ഫുള്ളായിട്ട് കളയണം. ഒട്ടും വൈറ്റ് പാർട്ട് ഉണ്ടാവരുത്. വൈറ്റ് പാർട്ട് ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ നമ്മുടെ ക്യാൻഡി. അതുപോലെ തന്നെ തോല് നല്ലവണ്ണം പഴുത്ത ഓറഞ്ചിൻ്റെ തോല് മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ വൈറ്റ് പാർട്ട് മാറ്റി ബാക്കി പീസസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ, ഞാൻ വലിയ വലിയ പീലായിട്ടാണ് കട്ട് ചെയ്യുന്നത്, അപ്പോഴാണ് അത് കാണാനും ഒരു ടേസ്റ്റ്. അപ്പോൾ അതങ്ങനെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് സോസ് പാൻ വെച്ചിട്ടുണ്ട്. സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഷുഗറിൻ്റെ അളവ് ഈ 1/2 കപ്പ് വേണം. 1/2 കപ്പിൽ കൂടുതലായാലും കുഴപ്പമില്ല. നല്ലവണ്ണം ഷുഗർ വേണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതലിടാം. 1/2 കപ്പിൽ കുറച്ചിടരുത് കേട്ടോ. ഇനി അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റോളം തിളപ്പിക്കണം കേട്ടോ. ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇതിനെ നന്നായി ഒന്ന് 2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറുകി ആ ഷുഗർ സിറപ്പൊക്കെ നല്ല കട്ടിയായി നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ പീലിലേക്ക് ആ മധുരം നന്നായി ഇറങ്ങണം. കണ്ടോ, നന്നായി അത് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കുമ്പോഴേ അറിയാം ഉള്ളിലേക്ക് മധുരം ഇറങ്ങിയത്. ഇനി ഇതിനെ ഒന്ന് നമ്മൾ എടുത്ത് മാറ്റാം. സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ടോങ്ക് എടുത്തിട്ട് മാറ്റിയാൽ മതി. ഒറ്റയ്ക്ക് ആക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ചൂടാറട്ടെ. ഇനി ഇതിനെ മാറ്റാൻ മെല്ലെ ചൂടോടുകൂടി തന്നെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചൂടാറണം കേട്ടോ. അതുവരെ വെക്കണം. 15 മിനിറ്റാണ് തിളപ്പിക്കേണ്ടത്. 15 മിനിറ്റിൽ കുറച്ച് തിളപ്പിക്കരുത്, അപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഇത് തണുത്ത് വന്നപ്പോൾ നമുക്കിനി കുറച്ച് പഞ്ചസാര എടുക്കാം. പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഇതിനെ എടുത്ത് കോട്ട് ചെയ്യാം. നമുക്ക് ഈ പഞ്ചസാരയും കൂടി കോട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പൊടിച്ച പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. അല്ലാത്ത പഞ്ചസാരയാകുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റലും കൂടി നമുക്ക് കടിക്കാൻ കിട്ടും. പഞ്ചസാര പൊടിച്ചതാകുമ്പോൾ അതിലെല്ലാവിടെയാവും. ഇതിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. അപ്പോൾ സൂപ്പറായിട്ടുള്ള ഓറഞ്ച് ക്യാൻഡി, നല്ല ഫ്ലേവറാണ്. ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാൻഡിയാണിത്, ഓറഞ്ച് പീൽ ക്യാൻഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.